ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ അതുകൂടി ലക്ഷ്യമിട്ട് CPM കൊണ്ടുവന്ന കോൺഗ്രസുകാരൊക്കെ BJP-യിലേക്ക് പോകുന്ന എന്നൊരു പ്രൊപ്പഗണ്ട പ്രചണ്ഡ നറേറ്റീവാണ് പൊട്ടിപ്പൊളിഞ്ഞ് പൂരത്തിന് 7 നിലയിൽ ചെയ്ത ഒരു നിലയമിട്ട് കണക്കെ ജാവദേക്കറുമായുള്ള ചായ കൂടി സ്ഥിരീകരിച്ച് ജയരാജൻ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ അനാവൃതമായത് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ ആദ്യ മണിക്കൂറുകളിലാണ്. മാസമൊന്നു നീണ്ട ഒരു പ്രൊപ്പഗണ്ട കരുത്തിൽ അരിവാൾ പക്ഷത്തേക്ക് എത്തേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ട് വഴിമാറുന്നോ എന്നൊരാശങ്കയിൽ അതേ മണിക്കൂറിൽ തന്നെയാണ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ചർച്ചയാകുന്നതിന് മുൻപേ മാധ്യമക്കാമറകൾക്ക് മുന്നിൽ പിണറായി വിജയന്റെ ശിക്ഷാവിധി പ്രഖ്യാപനം. ആ പിഴച്ച കൂട്ടുകെട്ടിനെ പറ്റി മുഖ്യമന്ത്രിയുടെ ശകാരം ഏതെങ്കിലും SFI സഖാവിനെ പറ്റിയല്ല, കണ്ണൂർ പാർട്ടിയിലെ രണ്ടാമനെ കുറിച്ചാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പറ്റിയാണ്. അത് പെട്ടെന്നൊരു നാൾ പൊട്ടിവീണൊരു ബോധോദയമല്ല. ഇടനില ദല്ലാൾ കോർപ്പറേറ്റ് വിശ്വ സർക്കിൾ അവിശുദ്ധ വഴികൾ പണ്ടൊരു തെറ്റുതിരുത്തൽ പാലക്കാടൻ പ്ലീലകാലത്ത് പാർട്ടി പത്രത്തിന് മുഖതാവ് കറുപ്പിച്ചൊരു മുതലാളി പരസ്യം, സാന്റിയാഗോ മാർട്ടിൻ, മൊറാഴക്കുന്നിൽ കെട്ട വഴികളിൽ പൂത്ത കോടികൾ കോട്ടകൾ, അങ്ങനെ ആ പിഴച്ച കൂട്ടിന്റെ ദൃഷ്ടാന്തങ്ങൾ പലയാവർത്തി കണ്ടിട്ടും പാർട്ടി ഫണ്ടറെ തിരുത്താതെ കോട്ട കെട്ടിക്കാത്തതിന്റെ ശിക്ഷയാണ് പാപ്പിനിശ്ശേരിയിലെ ആ ബൂത്തിൽ വോട്ട് തുടങ്ങിയ മണിക്കൂറിൽ കട്ടൻ ചായ പണ്ടേ വെറുത്ത ഹൈടെക് സഖാവിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗത്തിന്റെ മണ്ടക്കടി. ജാഗ്രത കുറവ് പറയുമ്പോഴും പഴയ പാർട്ടി പോരിന്റെ കാലത്ത് എതിർച്ചേരിയിൽ നിന്ന് ആ ദല്ലാളിനോടെയുള്ളൂ പിണറായിക്ക് ചൊരുക്ക്. അല്ലാതെ കേരളത്തിൽ ആ കാവിത്തറ കരുത്താക്കാൻ സംഘം നിയോഗിച്ച പ്രചാരകൻ RSSകാരൻ ജാവദേക്കറെ EP കാണുന്നതിൽ പിണറായിക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാനും കാണാറുണ്ടല്ലോ എന്നൊരു ഇടതുപക്ഷ മുഖ്യമന്ത്രി മറയില്ലാതെ പറയുന്നുവെങ്കിൽ CPM അതൊരു പ്രശ്നമാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ BJP അനുകൂല പ്രസ്താവനകൾ 5ാം പത്തി രാഷ്ട്രീയത്തിന്റെ രാത്രി ധാരണ ബാക്കിയാണെന്നും ലാവലിനും മാസപ്പടി കേസുമടക്കം കോംപ്രമൈസ് ലാവിയാക്കാൻ വിജയൻ വിട്ട മെസഞ്ചറാണ് ജയരാജനെന്നും പ്രതിപക്ഷം പറയുന്നതിന് ഇടതുവിരുദ്ധ പ്രചാരവേല എന്നൊക്കെ ഒരു പഴയ പാർട്ടി ലെക്സിക്കണിൽ ഗോവിന്ദ മാഷയെ ചെറുക്കാവതാണോ? ഇന്നലെ വരെ കോൺഗ്രസിൽ അധികാരം കിട്ടിയപ്പോൾ CPM-ൽ 10 പുത്തൻ കിട്ടിയാൽ നാളെ BJP-യിൽ എന്ന മട്ടിൽ ആശയം ആമാശയമാക്കിയ താടി വളർത്തിയ സൈബർ കാപട്യങ്ങളുടെ ദാസ്യം നാറുന്ന വാഴ്ത്തിപ്പാട്ടാരവങ്ങളിൽ വീഴാതെ ആ കുലം കുത്തികളോട്, കോക്കസ് കോംപ്രമൈസ് കെട്ട രാഷ്ട്രീയക്കാരോട് ഇനിയും മലീമസമാക്കാതെ താഴെ വെക്കട രക്തസാക്ഷി ചോരയിൽ ചുവന്നു കുതിർന്ന ആ ചെങ്കൊടി എന്നാർജവത്തിൽ പറയാൻ ചങ്കുറപ്പുള്ള ഒരുത്തനെങ്കിലും ആ പാർട്ടിയിൽ ബാക്കിയുണ്ടോ?